ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീമൽ ഭാഗവതം ഗുരുവായൂർ ദേവസ്വം പ്രസിദ്ധീകരണം. വ്യാഖ്യാനം സാഹിത്യകേസരി പണ്ഡിറ്റ് പി ഗോപാലൻ നായർ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമൽ ഭാഗവതം പ്രഥമസ്കന്ധം 4-ാം അധ്യായം. വ്യാസ ഉവാച ഇതി ബ്രുവാണം സംസ്തൂയ മുനീനാം ദീർഘസത്രിണാം വൃദ്ധകുലപതിസ്തോത്രം ബഹൃജ ശൗനകോ ബ്രവിൽ. വ്യാസമുനി പറഞ്ഞു, സന്തോഷപൂർവം ഭാഗവതം കേൾപ്പിക്കാമെന്ന് പറഞ്ഞ സൂതനെ ബഹുമാനിച്ചും പ്രശംസിച്ചും കൊണ്ട് ദീർഘസത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ മുനിമാരുടെ മധ്യത്തിൽ വൃദ്ധനും മുനികുലത്തിൻ്റെ അധിപനും ഋഗ്വേദം നന്നായി അറിയുന്നവനുമായ ശൗനകൻ ഇങ്ങനെ പറഞ്ഞു. 1000 ശിഷ്യന്മാരുള്ള ഒരാചാര്യനെ കുലപതി എന്ന് പറയും. ശൗനക ഉവാച സൂതസൂത മഹാഭാഗ വദനോ വദതാംബരാം കഥാം ഭാഗവതീം പുണ്യാം യഥാഹ ഭഗവൻ ശുഗാ. ശൗനകൻ പറഞ്ഞു, ഹേ സൂത, ഹേ മഹാഭാഗ്യശാലിൻ, ഹേ വാഗ്മികളിൽ വെച്ച് ശ്രേഷ്ഠ സർവജ്ഞനായ ശുഗമഹർഷി പറഞ്ഞതും പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതും ഭഗവാന്റെ കഥയെ വിസ്തരിക്കുന്നതുമായ ഭാഗവതത്തെ ഞങ്ങളോട് പറയണമേ. കസ്മിൻ യുഗേ പ്രവൃത്തേയം സ്ഥാനേ വാ കേന ഹേതുനാ കുത സംചോദിത കൃഷ്ണ കൃതവാൻ സംഹിതം മുനി. ഹേ സൂത, ഏതു യുഗത്തിൽ ഏതു സ്ഥാനത്തിൽ വെച്ച് ഏതു കാരണത്താൽ ഈ സംഹിതയുണ്ടായി? വ്യാസമഹർഷി ഈ സംഹിതയെ ഉണ്ടാക്കുവാൻ എന്തു കാരണം? തസ്യ പുത്രോ മഹായോഗി സമദൃങ്നിർവികൽപകാം ഏകാന്തമതിരുനിദ്രോ ഗൂഢോ മൂഢവേയതേ. വ്യാസപുത്രനായ ശുഗമുനി പരീക്ഷിത്തു രാജാവിനെ കേൾപ്പിച്ചുവെന്ന സംഗതി എങ്ങനെ ഘടിക്കും? എന്തുകൊണ്ടെന്നാൽ വ്യാസപുത്രനായ ശുഗർ മഹായോഗിയും എങ്ങും ഭേദമില്ലാതെ പ്രകാശിക്കുന്ന ബ്രഹ്മത്തിൽ ദൃഷ്ടിയോടുകൂടിയവനുമാകയാൽ ഭേദഭാവന ഒട്ടുമില്ലാതെ ഒന്നിൽ മാത്രം ഉറച്ചിരിക്കുന്ന മനോവൃത്തിയുള്ളവനും മായാനിദ്രയിൽ നിന്ന് ഉണർന്ന പരമജ്ഞാനിയും അപ്രകാരമുള്ളവനാണെന്ന് അന്യന്മാരാൽ അറിയപ്പെടുവാൻ കഴിയാത്ത വിധം സ്വരൂപത്തെ മറച്ചവനും മൂഢനെപ്പോലെ വ്യാപരിക്കുന്നവനുമാണല്ലോ. ദൃഷ്ട്വാതു യാന്തമൃഷിമാത്മജമപ്യനഗ്നം ദിവ്യാഹ്രിയാപരിധതുർന്ന സുതസ്യ ചിത്രം തദ്വീക്ഷ്യ പൃച്ഛതി മനോ ജഗതുസ്തവാസ്തി ശ്രീമുംഭിതാനതു സുതസ്യ വിവിക്തദൃഷ്ടേ. ശുഗമഹിമയെ പ്രകാശിപ്പിക്കുന്നു. അപ്സര സ്ത്രീകൾ വസ്ത്രം അഴിച്ച കരയിൽ വെച്ച് ജലക്രീഡ ചെയ്യുന്ന ഒരവസരത്തിൽ ആ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന വ്യാസമഹർഷി വസ്ത്രം ധരിച്ചിട്ടുണ്ട്. എങ്കിലും ആ മുനിയെ കണ്ട ഉടനെ ദേവസ്ത്രീകൾ ലജ്ജ നിമിത്തം വസ്ത്രങ്ങളെ എടുത്ത് ധരിച്ചു. വസ്ത്രാച്ഛാദനമില്ലാതെ അദ്ദേഹത്തിൻ്റെ മുൻപിൽ സഞ്ചരിച്ചിരുന്ന പുത്രനായ ശുഗരെ കണ്ടപ്പോൾ അവർക്ക് ലജ്ജയുണ്ടായില്ല, വസ്ത്രങ്ങളെയും ധരിച്ചിരുന്നില്ല. ഈ ആശ്ചര്യം കണ്ടിട്ട് വ്യാസമുനി ഇതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ, അങ്ങയ്ക്ക് സ്ത്രീയെന്നും പുരുഷനുമെന്നുള്ള ഭേദദൃഷ്ടിയുണ്ട്. അങ്ങയുടെ പുത്രന് ആ ഭേദബുദ്ധിയില്ല. എപ്പോഴും പരിശുദ്ധമായ ബ്രഹ്മഭാവന മാത്രമേ ആ മഹാത്മാവിനുള്ളൂ എന്ന് അവർ മറുപടി പറഞ്ഞു. കഥമാ ലക്ഷിത പൗരേ സംപ്രാപ്ത കുരുജാങ്കലാൻ ഉന്മത്തമൂകജടദ്വിചരൻ ഗജസാഹയേ. സ്ത്രീ പുരുഷ ഭേദഭാവന പോലുമില്ലാതെ ബ്രഹ്മമാത്രസ്വരൂപനായി കുരുദേശങ്ങളിലും ജാങ്കലഭൂമികളിലും പിന്നെ ഹസ്തിനപുരത്തിലും ഭ്രാന്തൻ, മൂകൻ, ജഡൻ എന്നിവരെ പോലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ ശുഗമുനിയെ പൗരന്മാർ എങ്ങനെ കണ്ടറിഞ്ഞു? കഥം വാ പാണ്ഡവേയസ്യ രാജശേർമുനിനാ സഹ സംവാദ സംഭൂത്താദായത്രൈഷ സാത്വതീശ്വരീ. പാണ്ഡുകുലത്തിൽ ജനിച്ച ആ പരീക്ഷിത് മഹാരാജാവിന് ശുഗമുനിയോടുകൂടെ സംഭാഷണം ഉണ്ടാവാൻ എന്ത് സംഗതി? ആ സംവാദത്തിൽ നിന്നുണ്ടായതാണല്ലോ ഈ ഭാഗവത സംഹിത. സഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം അവേക്ഷതേ മഹാഭാഗസ്ഥീർദ്ധീകുർവം സ്ഥദാശ്രമം. മഹാമഹിമയുള്ള ആ മുനി ഗൃഹസ്ഥാശ്രമികളുടെ ഗൃഹങ്ങളിൽ പ്രവേശിച്ചാൽ അവരുടെ ആശ്രമത്തെ പരിശുദ്ധമാക്കുവാനുള്ള കാരുണ്യത്താൽ അല്പസമയം മാത്രമല്ലേ അവിടെ നിൽക്കുകയുള്ളൂ. ഈ
ഭാഗവത സംഹിതാ പ്രസ്താവത്തിന് അധിക സമയം ആവശ്യമാണല്ലോ. അതിനാൽ ഇതിൻ്റെ വക്താവ് ശുകമുനിയാണെന്ന സംഗതി ആശ്ചര്യകരമായിരിക്കുന്നു. അല്പസമയം എന്നു കാണിപ്പാൻ ഗോദോഹന മാത്രം എന്നു പറഞ്ഞതുകൊണ്ട് അധിക നേരം പശുവിനെ കറന്ന് പാൽ മുഴുവനും എടുക്കുന്ന സമ്പ്രദായം ഭാരതഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് കാണിക്കുന്നു. അഭിമന്യുസുതം സൂത പ്രാഹുർഭാഗവതോത്തമം ചശ്ചര്യം കർമാണി ച ഗൃഹീണിന. അഭിമന്യുപുത്രനായ പരീക്ഷിത് മഹാരാജാവ് ഭഗവത് ഭക്തന്മാരിൽ വെച്ച് ഉത്തമനാണെന്ന് അറിവുള്ളവർ പറയുന്നു. ആ മഹാരാജാവിൻ്റെ ഏറ്റവും ആശ്ചര്യജനകമായ ജന്മവും കർമ്മങ്ങളും നിങ്ങളെ കേൾപ്പിക്കണം. സമ്രാട് കസ്യവാ ഹേതോ പാണ്ഡൂനാം മാനവർദ്ധനാം പ്രായോപവിഷ്ടോ ഗംഗായാമനാദിത്യാധിരാക്ഷ്യം. പാണ്ഡുമഹാരാജാവിൻ്റെ വംശത്തിന് അധികാരയോഗ്യതയെ വരുത്തുവാൻ തക്കവിധം കീർത്തിമാനായ ആ മഹാരാജാവ് ചക്രവർത്തിയല്ലയോ? ആ മഹാപദവിയെ ആദരിക്കാതെ ഗംഗാതീരത്തിൽ പ്രായോപവേശം ചെയ്യുവാൻ എന്ത് കാരണം? പ്രായോപവേശം എന്നത് മരണത്തിനൊരുങ്ങി ആഹാരം കൂടെ വെടിഞ്ഞ് ശരീരം ശോഷിപ്പിച്ച് ഈശ്വരനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ശരീരം വെടിയുന്നതായ ഒരു കഠിന വ്രതചര്യയാകുന്നു. നമന്തി യൽപാദനികേതമാത്മന ശിവായ ഹാനീയ ധനാനി ശത്രവാം കഥം സവീര ശ്രീമംഗതുസ്ത്യജാം യുവേഷതോൽ സൃഷ്ടുമഹോ സഹാനുഭീം. യാതൊരുവന്റെ ചരണപീഠത്തെ ശത്രുക്കൾ അവരുടെ ക്ഷേമത്തിനു വേണ്ടി ധനങ്ങളെ കൊണ്ടുവന്നു സമർപ്പിച്ചു നമസ്കരിക്കുന്നു. അത്ര ശൂരനും യൗവനയുക്തനുമായ ആ മഹാരാജാവ് ഉപേക്ഷിപ്പാൻ കഴിയാത്തതായ രാജ്യൈശ്വര്യത്തെ പ്രാണങ്ങളോട് ഉപേക്ഷിപ്പാൻ എങ്ങനെ ആഗ്രഹിച്ചു? ശിവായ ലോകസ്യ ഭവായ ഭൂതയേയ ഉത്തമ ശ്ലോകപരായണ ജനാം ജീവന്തിനാത്മാതസോപരാശ്രയം മുമോചനർവിദ്യ കുതക്കളയവരം. ഭഗവാനെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാര് ലോകത്തിൻ്റെ സുഖത്തിനും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ജീവിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ടല്ല. അങ്ങനെയായിരിക്കെ അന്യർക്ക് ആശ്രയമായിരിക്കുന്ന ശരീരത്തെ ചക്രവർത്തി എന്തു കാരണത്താൽ ഉപേക്ഷിച്ചു? അദ്ദേഹം വിരക്തനായതുകൊണ്ട് ധനാദി വിഷയങ്ങളിൽ ആശയറ്റവനാണെങ്കിലും ലോകക്ഷേമത്തെ നോക്കാതെ പ്രായോപവേശം ചെയ്തതിന് മതിയായ കാരണമുണ്ടായിരിക്കണം. അത് കേൾക്കണം. തൽ സർവം ന സമാചക്ഷ പൃഷ്ടോ യതിഹ കിഞ്ചന മന്യേ ത്വാം വിഷയവാചം സ്നാതമന്യത്ര ഛാന്ദസാൽ. നിങ്ങൾ ഏതേതു സംഗതികളെക്കുറിച്ച് ചോദിച്ചുവോ അതെല്ലാം വിസ്തരിച്ച് വേണ്ട വിധം ഞങ്ങളോട് പറയണം. വേദവാക്കുകളെ ഒഴിച്ച് അന്യകളായ വാക്കുകൾക്ക് ഗോചരമായ അർത്ഥത്തിൻ്റെ പാരംഗതനായിട്ട് അങ്ങയെ കരുതുന്നു. സൂത ഉവാച ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യേ ജാത പരാശരോദ്യോഗി വാസവ്യം കൊലയാഹരേ. സൂതം പറഞ്ഞു, ഏതു യുഗത്തിൽ ഈ കഥ സംഭവിച്ചു എന്ന ചോദ്യം മുതൽക്കുള്ള ഉത്തരം പറയുന്നു. കൃത, ത്രേത, ദ്വാപര, കലി ഈ 4 യുഗം ഒരിക്കൽ കഴിഞ്ഞാൽ പിന്നെയും അത് ചുറ്റിത്തിരിഞ്ഞു വരും. മൂന്നാമത്തെ പരിവർത്തനത്തിൽ ദ്വാപരയുഗം ആരംഭിച്ചപ്പോൾ ഉപരിചരൻ എന്നുകൂടെ പേരുള്ള വസു എന്ന രാജാവിൻ്റെ പുത്രിയായതിനാൽ വാസവി എന്നുകൂടെ പേരുള്ള സത്യവതിയിൽ പരാശരമുനിയിൽ നിന്ന് വിഷ്ണുവിൻ്റെ അംശമായിട്ട് യോഗിയായ വ്യാസർ അവതരിച്ചു. സഗതാജിൽ സരസ്വത്യ ഉപസ്പൃശ്യ ജലം ശുചി വിയുക്ത ഏകാസീന ഉദിതേ രവിമണ്ഡലേ. ആ മുനി ഒരിക്കൽ സൂര്യോദയ സമയത്തിൽ സരസ്വതി നദിയിൽ സ്നാനാദി നിത്യകൃത്യങ്ങൾ കഴിച്ച ശേഷം പരിശുദ്ധനായി ജനസഞ്ചാരമില്ലാത്ത ആ ദേശത്തിൽ ബദരിയാശ്രമസ്ഥാനത്തിൽ ഏകനായിട്ടിരിക്കുകയായിരുന്നു. പരാവരജ്ഞ സരഷി കാലേനാവൃതം ഹസ യുദ്ധധർമ്മവിധികരം പ്രാപ്തം ഭൂയുഗേ യുഗേ ഭൗതികാനാം സ്വഭാവാനാം ശക്തിഹ്രാസം കഥം അശ്രദ്ധാനാന്യസത്വാൻ ദുർമേധാൻ ഹസിതായുഷാ ദുർഭഗാംസ ജനാൻ വിഷ്യാമുനിർദിവ്യേന ചക്ഷുഷാ സർവവർണാശ്രമാണാം യദ്യോഹിതമോഘത്തിൽ. ഏകാന്തസ്ഥാനത്തിലിരിക്കുന്ന ആ ഋഷി കഴിഞ്ഞതും ഇനി വരാൻ പോകുന്നതുമായ സംഗതികളെ അറിയുന്നവനാകുന്നു. ആർക്കും അറിവാൻ കഴിയാത്ത ഗതി വേഗത്തോടുകൂടിയ കാലം നിമിത്തം യുഗന്തോറും ധർമ്മം വ്യത്യാസപ്പെട്ടു വരുന്നു. ഭൂതങ്ങളുടെ സമ്മേളന നിമിത്തം ഉണ്ടായിട്ടുള്ള പ്രാണികൾക്കൊക്കെ ദേഹബലം കുറഞ്ഞു വരുന്നു.
അതിനും കാരണം കാലം തന്നെ. ജനങ്ങൾക്ക് വേണ്ടുന്ന വിഷയങ്ങളിൽ ശ്രദ്ധയില്ല, മനോബലമില്ല, ബുദ്ധിശക്തിയില്ല, ആയുസ് കുറഞ്ഞു വരുന്നു, ഭാഗ്യവും കുറവ് തന്നെ. എന്നീ ദോഷങ്ങൾ ലോകത്തിൽ വ്യാപിക്കുന്നതിനെ കണ്ടറിഞ്ഞ വ്യാസമുനി ദിവ്യമായ അറിവാകുന്ന കണ്ണുകൊണ്ട് സർവവർണ്ണങ്ങൾക്കും ആശ്രമങ്ങൾക്കും ഹിതമായ കാര്യം എന്താണെന്നതിനെക്കുറിച്ച് ധ്യാനിച്ചു. ആ ഋഷിയുടെ കാഴ്ച വ്യർത്ഥമാകുകയില്ല. ചാതുർഹോത്രം കർമ്മവിശുദ്ധം ജ്ഞാനാനാം വീക്ഷ്യ വൈദികം വൃതധാന്യസന്തത്യേ വേദമേകം ചതുർവിധം. ബ്രഹ്മാവ്, ഹോതാവ്, അദ്ധിരു, അഗ്നിധ്രൻ എന്നുപേരുള്ള 4 പേർ കൂടി ഋതിക്കുകൾ നടത്തേണ്ടതാകയാൽ ചാതുർഹോത്രം എന്നുപേരുള്ള വേദോക്തമായ കർമ്മം ജനങ്ങളെ പരിശുദ്ധന്മാരായി തീർക്കും എന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ടറിഞ്ഞ വ്യാസമുനി ഒന്നായിരിക്കുന്ന വേദത്തെ 4ആയി വിഭജിച്ചു. ഋഗ്വജു സാമാധർഭാഗ്യോ വേദാശ്ചത്വാരൗദ്ധതാം ഇതിഹാസപുരാണം ച പഞ്ചമോ വേദ ഉച്യതേ. ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന പേരുകളോടുകൂടെ വേദങ്ങളെ 4 ഭാഗങ്ങളാക്കി ഇതിഹാസം, പുരാണം എന്ന നാമങ്ങളോടുകൂടെ ഇതിഹാസം പുരാണം എന്ന നാമങ്ങളോടുകൂടെ വേദസാരങ്ങളെ തന്നെ മറ്റൊരു സമ്പ്രദായത്തിൽ പറയുന്നത് കൊണ്ട് ആ വിഭാഗത്തെ 5ാമത്തെ വേദം എന്ന് പറയുന്നു. തതർഗ്വേദധര പൈല സാമകോ ജൈമിനി കവി വൈശംപായനൈവേഗോ നിഷ്ണാദോ യജുഷാമുദാം. ആ 4 ഭാഗങ്ങളെ ഓരോ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതിൽ പൈലൻ എന്ന ശിഷ്യൻ ഋഗ്വേദത്തെയും അതിവിദ്വാനായ ജൈമിനി സാമവേദത്തെയും വൈശംപായനൻ യജുർവേദത്തെയും അഭ്യസിച്ചു. അഥർവാംഗിരസാമാസിൽ സുമന്തുർദാരുണോ മുനിം ഇതിഹാസപുരാണാനാം പിതാമേ രോമഹർഷണ. അഥർവവേദത്തിൽ ആഭിചാരം മുതലായ ക്രൂരകർമ്മങ്ങളെ പറ്റി പറയുന്നു. ആ ഭാഗത്തെ ക്രൂരനായ സുമന്തു എന്ന മുനി പഠിച്ചു. ഇതിഹാസപുരാണങ്ങളെ എൻ്റെ പിതാവായ രോമഹർഷണനും പഠിച്ചു. ഏത ഋഷയോ വേദം സ്വം വ്യസ്തേകഥ ശേഷി പ്രശിർവേദാസ്തേശാഖിമഭവൻ. ആ ഋഷികൾ അവരവർ പഠിച്ച വേദങ്ങളെ പിന്നെയും അനേകമായി വിഭജിച്ചു. ശിഷ്യന്മാർ അവരുടെയും ശിഷ്യന്മാർ ഇങ്ങനെ പരമ്പരയായിട്ട് പഠിക്കുകയും ചെയ്തതിനാൽ ആ വേദങ്ങൾ ബഹുശാഖകളുള്ളവയായി തീർന്നു. അത ഏവ വേദാ ദുർമേധിർഭാര്യന്തേ പുരുഷേജതാ യവം ചകാര ഭഗവാൻ വ്യാസക്രമണവത്സലാം. വേദവിഭാഗത്തിൻ്റെ പ്രയോജനത്തെ പറയുന്നു. അതിമേധാവികളായവർക്ക് മാത്രം ധരിപ്പാൻ സാധിച്ചിരിക്കുന്ന വേദങ്ങൾ ബുദ്ധി കുറഞ്ഞ പുരുഷന്മാർക്കും ധരിപ്പാൻ തക്ക വിധം ദുഃഖികളിൽ കരുണയോടുകൂടിയ ഭഗവാൻ വ്യാസമുനി ഇപ്രകാരം ശാഖോപശാഖകളാക്കി വിഭജിച്ചു. വേദമാകുന്ന മഹാവൃക്ഷത്തിന് അനേകം ശാഖകളെ ഭഗവാൻ വ്യാസമുനി കൽപ്പിച്ചുണ്ടാക്കി. സ്ത്രീശൂദ്ര ദ്വിജബന്ധൂനാം ത്രയീന ശ്രുതിഗോചരാ കർമ്മശ്രേയസി മൂഢാനാം ശ്രേയ ഏവം ഭവേദ്യ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാകൃതം. സ്ത്രീകള്, ശൂദ്രന്മാര്, ബ്രാഹ്മണരിൽ അധമന്മാരായവര് ഇവർക്ക് വേദം കേട്ട് ധരിച്ച് അതിൽ പറയുന്ന സാരം മനസ്സിലാക്കി ശ്രേയസ്കരമായ വിധത്തിൽ പ്രവർത്തിപ്പാൻ ഇനിയും പ്രയാസമാണെന്നും ഉന്നതിയെ വരുത്തുന്ന കർമ്മമാർഗത്തിൽ വേണ്ടവിധം അറിവില്ലാത്ത അവരെ ഇങ്ങനെ അനുഗ്രഹിക്കാമെന്നും ഉറച്ച കരുണാനിധിയായ മുനി വേദസാരം അടങ്ങിയ ഭാരതം എന്ന ആഖ്യാനത്തെ നിർമ്മിച്ചു. ദ്വിജബന്ധു എന്ന പദം ക്ഷത്രിയ വൈശ്യവർണ്ണങ്ങളെ ഉദ്ദേശിച്ചുമാകാം. എവം പ്രവൃത്തസ്യ സദാ ഭൂതാനാം ശ്രേയസി ദ്വിജ സർവാത്മകേനാപി യദാ നാദുഷ്യഹൃദയം തഥാ. ഹേ ബ്രാഹ്മണരെ, ഇപ്രകാരം എപ്പോഴും ജനസമുദായത്തിൻ്റെ ഉത്ഗതിക്കുള്ള മാർഗത്തെ കാട്ടിക്കൊടുക്കുന്നതായ ഹിതവിഷയത്തിൽ മനോവാകർമ്മങ്ങളെയും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യാസരുടെ ഹൃദയം വേണ്ടവിധം പ്രസാദിച്ചില്ല. ജ്ഞാതിപ്രസിദ്ധധൃതയ സരസ്വത്യാസ്തരേശോ വിതർക്കേൻ വിയുക്തസ്ഥ ഇതം പ്രോവാച ധർമ്മവില്ല. ഹൃദയം നന്നായി പ്രസാദിക്കാതിരിക്കുന്നതിന് കാരണമെന്തെന്ന് ആലോചിച്ചുകൊണ്ട് പരിശുദ്ധമായ നദിയുടെ തീരത്തിൽ ഏകാന്തത്തിൽ ഇരിക്കുന്ന ധർമ്മജ്ഞനായ വ്യാസമഹർഷി ഇങ്ങനെ വിചാരിച്ചു. ധൃതവ്രതേന ഹിമയാ ഛന്ദാംസി ഗുരുഭോഗ്നയാ മാനിതാ നിർവ്യളീകേന ഗൃഹീതം ചാനുശാസനം. ബ്രഹ്മചര്യത്തെ ദീക്ഷിച്ചിരിക്കുന്ന ഞാൻ വേദങ്ങള്, ഗുരുക്കന്മാര്, അഗ്നികള് ഇവയെ കപടം കൂടാതെ പൂജിച്ചിരിക്കുന്നു.
ഗുരുഭൂതന്മാരുടെ ആജ്ഞയെ ഒട്ടും അതിക്രമിക്കാതെ അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു. ഭാരത വ്യപദേശേന ഹ്യാംനായാർദ്ധശബ്ദർശിത ദൃശ്യതേ യത്ര ധർമാദി സ്ത്രീശൂദ്രാദിഭിരജ്വിതാം. വേദം അറിവാൻ സാധിക്കാത്തവരായ സ്ത്രീകളെ, ശൂദ്രരെ, ബ്രാഹ്മണാധർമ്മന്മാർ ഇവർക്ക് ധർമാദി പുരുഷാർത്ഥങ്ങളുടെ സ്വരൂപം നന്നായി അറിവാൻ വേണ്ടി ഭാരതം എന്ന ആഖ്യാനത്തിൽ വേദസാരത്തെ നന്നായി പ്രദർശിപ്പിക്കുകയും ചെയ്തു. അധാവി വദമേ ദേഹ്യോ ഹ്യാത്മാ ജൈവാത്മനാ വിഭോ അസമ്പന്നയുവാഭാതി ബ്രഹ്മവർച്ചസ്യ സത്തമാം. അപ്രകാരമെല്ലാം ഇരുന്നിട്ടും എൻ്റെ ജീവാത്മാവ് വസ്തുതയാ പരിപൂർണനും വേദാധ്യയനം, ശ്രവണം മുതലായവ കൊണ്ടുണ്ടാകുന്ന ഉത്കർഷത്തിന് ജനിക്കുന്നതായ തേജസ് കൊണ്ട് ശോഭിക്കുന്നവരിൽ അവച്ച് അതിശ്രേഷ്ഠനുമായിരിക്കുന്നുവെങ്കിലും പരമാത്മാവിനോട് ഐക്യത്തെ പ്രാപിക്കാത്തവൻ എന്ന പോലെ അസംതൃപ്തനായിരിക്കുന്നുവല്ലോ. ബ്രഹ്മവർച്ചസി അസത്തമ എന്ന ഛേദം വരുത്തുന്ന ബ്രഹ്മവർച്ചസ്യ സത്തമ എന്ന പാഠഭേദം. ആത്മന അസമ്പന്ന ബ്രഹ്മവർച്ചസി അസത്തമ ച ഇവ ആഭാതി എന്നന്വയിക്കും. അധാവി എന്നതുകൊണ്ട് സ്വൽപ്രയത്നങ്ങളെല്ലാം മുൻശ്ലോകങ്ങളിൽ ഒതുക്കി എന്ന് കരുതണം. ഇത്രയെല്ലാം ചെയ്തിട്ടും ബ്രഹ്മസാക്ഷാത്കാരമില്ലാത്തവനും ആത്മജ്ഞാനത്തിൽ സത്തമനല്ലാത്ത പോലെയും തോന്നുന്നു എന്നർത്ഥം. കിം വാ ഭാഗവതാധർമ്മ ന പ്രായേണ നിരൂപിത പ്രിയാ പരമഹംസാനാന്ത ഏവ ഹ്യച്യുത പ്രിയാ. ആത്മാവിൻ്റെ അസംതൃപ്തിക്കുള്ള കാരണത്തെ സ്വയമേവ ഊഹിക്കുന്നു. ഭഗവത് ഭക്തന്മാരായവരുടെ ധർമ്മങ്ങളെ പ്രധാനമായിട്ട് നിരൂപണം ചെയ്തില്ല. പരമഹംസന്മാരായ ആത്മാരാമന്മാർ ആ ധർമ്മങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത്. അവ തന്നെ ഭഗവാനും പ്രിയമുള്ളവ. ആ ധർമ്മങ്ങളെ പ്രാധാന്യേന വർണ്ണിക്കാത്തതുകൊണ്ടു തന്നെയോ ആത്മാവ് പ്രസാദിക്കാത്തത്. തസ്യവം ഖിലമാത്മാനം മന്യമാനസ വിഘിദ്യതാം കൃഷ്ണസ്യ നാരദോഭ്യാഗാദാശ്രമം പ്രാഗുദാഹൃതം. ഇങ്ങനെ ആത്മാവ് പരിപൂർണമായി പ്രസാദിക്കാത്തതിനെക്കുറിച്ച് സ്വയം ഖേദിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യാസമഹർഷിയുടെ മുൻപറഞ്ഞതായ ആശ്രമത്തെ ശ്രീ നാരദർ പ്രാപിച്ചു. തമഭിജ്ഞായ സഹസാ പ്രത്യുദ്ധായാഗതം മുനി പൂജയാമാസ വിധിവൻ നാരദം സുരപൂജിതം. ആശ്രമത്തിൽ വന്നിരിക്കുന്നത് നാരദമുനിയാണെന്നറിഞ്ഞ ഉടനെ എതിരേറ്റു കൂട്ടിക്കൊണ്ടുവന്ന വ്യാസമുനി ദേവന്മാർ കൂടെ പൂജിക്കുന്ന ശ്രീ നാരദമുനിയെ വിധിപ്രകാരം പൂജിച്ചു. ഇതി ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ നിമിഷയോപാഖ്യാനേ ചതുർത്ഥോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.